ഹലോ ഗൈസ്, മൈൽ സ്റ്റോൺസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് കറൂറ്റിയിലാണ്. കറൂറ്റിയിൽ ഇന്നൊരു ശനിയാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ കല്യാണത്തിൻ്റെ പരിപാടികളെല്ലാം കഴിഞ്ഞു. അപ്പോൾ ഇന്ന് വേറൊരു സ്പെഷ്യൽ ഫംഗ്ഷൻ വേണ്ടി പോകുന്നതാണ്. നമ്മുടെ വീട്ടിൽ പുതിയതായിട്ടൊരു ആളുകൂടി ഭാഗമാവുകയാണ്. നമുക്കൊരു കുഞ്ഞുവാവേനെ വേണ്ടി കിട്ടിക്കുകയാണ്. അനിയൻ്റെ കുഞ്ഞുവാവയാണ്. അപ്പോൾ അവൻ്റെ മാമോദീസയുടെ ഫംഗ്ഷൻസിന് വേണ്ടിയിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പോൾ ആ മാമോദീസയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഞാൻ നിങ്ങളിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് നേരെ കിടക്കാം. പിതാവിൻ്റെയും ആമേൻ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദേവിയുടെ നാമത്തിൽ ഇന്ന് ഞങ്ങൾ അശോകപുരത്തുള്ള ബന്ധു വീട്ടിൽ, അതായത് സച്ചിൻ്റെ ഭാര്യ വീട്ടിൽ വന്നിരിക്കുകയാണ്. സച്ചിൻ്റെ മകൻ്റെ മാമോദിസയുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. എല്ലാവരും റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. 4 മണിക്കാണ് മാമോദിസ. 4 മണിക്ക് മാമോദിസ കഴിഞ്ഞതിന് ശേഷം 5:30 മണിക്കാണ് നമ്മൾ ഹോർമിസ് ഹോളിലാണ് റിസപ്ഷൻ ഒരുക്കിയിരിക്കുന്നത്. ഈ മാമോദിസ പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളങ്ങനെ കൊച്ചിൻ്റെ അടുത്ത് എത്തിയിരിക്കുകയാണ്. കൊച്ചിൻ്റെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുക. അവിടെ കാണിച്ചുതരാം. ഇതാണ് അനിയനും വൈഫും വാവയും. അതിൻ്റെ ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചേട്ടന്മാരിവിടെ ഉണ്ട്, മമ്മി ഇവിടെ ഉണ്ട്, കുക്ക് ഇവിടെ ഉണ്ട്. എല്ലാവരും വെള്ളയിലാണ്. ആരോട് പറയണെന്നാ ബ്ലോഗാണ്. നിങ്ങൾ ചാനലിൽ വരുമോ? പപ്പയും കയറി വരുന്നുണ്ട്. അതിൽ ഇവിടെ ഉണ്ട്. കിടപ്പുറം കാണാം. അവച്ചി ചൂട് പറ്റുള്ള നമ്മളെല്ലാവരും മാമോദിസയുടെ പരിപാടിക്ക് വേണ്ടിയിട്ട് പള്ളിയിലേക്ക് ഇറങ്ങുകയാണ്. നമ്മളെല്ലാവരും ഇപ്പോൾ പള്ളിയിലേക്ക് പോവാണ് മാമോദിസയുടെ ചടങ്ങിന് വേണ്ടിയിട്ട്. നമ്മളെല്ലാവരും ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി. എല്ലാവരും വെള്ളയൊക്കെ ഇട്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. അതിന് മാത്രം ഓഫായിട്ട് കുഴപ്പമില്ല, അതാ ഭംഗി. അപ്പോൾ ഇതാണ് അശോകപുരം പള്ളി. ഇതായിരുന്നു നമ്മുടെ പണ്ടത്തെ ഇടവക. നമ്മൾ ഇവിടെ നിന്ന് മാറിയാണ് കറൂറ്റിക്ക് പോയത്. അപ്പോൾ ഇവിടെയാണ് നമ്മളിന്ന് മാമോദിസ നടക്കുന്നത്. നമുക്കെന്ന് തോന്നണേ ആദ്യത്തെ മമ്മ ഇതൊന്നും വെക്കണ്ടല്ലോ, വെറുതെ പറഞ്ഞാൽ മതി. എന്തെങ്കിലും നമുക്കിന്ന് തോന്നണേ ഭാവിയുണ്ടായപ്പോ ഒരു അമ്മമ്മയായിരുന്നുള്ള ഒരു ഫീലിംഗ് വന്നു. കുറച്ചും കൂടി മുടി നിറച്ചില്ലേ, മുടിയൊക്കെ ഡൈ ആണല്ലോ. കുക്കു ആൻറ്റി ഒന്ന് പറയൂ, എന്ത് തോന്നുന്നു കുക്കു ആൻറ്റിക്ക്? കുക്കു ആൻറ്റിക്ക് വളരെ സന്തോഷം തോന്നുന്നു. പിന്നെ കൊച്ചു പോവില്ലോ എന്നുള്ള സങ്കടമുണ്ട്. കുറച്ച് മാസം കഴിയുമ്പോൾ കൊച്ചിനെ കൊണ്ടുപോകില്ലേ, അതിൻ്റെ സങ്കടമുണ്ട്. സകലത്തിൻ്റെയും നാഥന സൃഷ്ടാവുമാകുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവ്വേശ്വരായ എന്നേക്കും ആമേൻ. പോയി പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സർവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കും. യോർദാൻ നദിയിൽ വെച്ച് മാമോദിസ സ്വീകരിച്ചപ്പോൾ ഈശോയുടെ മേലിറങ്ങി വസിച്ചവനും മനുഷ്യപ്രകൃതിയെ നവീകരിക്കുന്നവനുമായി പരിശുദ്ധാത്മാവ് ഈ ജലത്തിൽ ഇറങ്ങി വസിക്കട്ടെ. പിതാവിൻ്റെയും ആമേൻ പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ദേവിയുടെ മാമോദിസ നമുക്ക് കടന്നു. ആമേൻ. നന്നായിട്ട് തോന്നിച്ചു. ആവശ്യമില്ല വിശുദ്ധിയുടെ വസ്ത്രത്താൽ നിന്നെ അലങ്കരിക്കുകയും നിഷ്കളങ്കനായി ജീവിക്കാൻ നിന്നെ സഹായിക്കുകയും ചെയ്യട്ടെ. ലോകത്തിൻ്റെ പ്രകാശമായി മിശിഹ നിനക്ക് മാർഗ്ഗദൈവമായിരിക്കട്ടെ. എല്ലാവരും അങ്ങോട്ട് മാമോദിസ
വഴി ദൈവപുത്രനായി തീർന്ന ശിശുവിനോട് ചേർന്ന് നമുക്ക് പിതാവേ എന്ന് വിളിച്ച് അപേക്ഷിക്കാം. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പോലെ ഭൂമിയിലും ആകണമേ. ഞങ്ങൾക്ക് എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ദാസനെ സംരക്ഷിക്കട്ടെ. മിശിഹായുടെ പരിമളം എൻ്റെ ജീവിതത്തിൽ ഉണർന്നുകൾ പ്രസരിക്കുകയും ചെയ്യട്ടെ. ആത്മീയ ആനന്ദത്തിൻ്റെയും നിത്യ സൗഭാഗ്യത്തിൻ്റെ അടയാളമായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പോൾ ഗൈസ് നമ്മളങ്ങനെ മാമോദീസയുടെ ഫങ്ഷൻസ് എല്ലാം കഴിഞ്ഞ് ഫോട്ടോഷൂട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ചോദിക്കാനൊക്കെ അറിയണോക്ക് കുഞ്ഞു കുഞ്ഞാവേ കുഞ്ഞിന് മാവു മാവു ഫോട്ടോസ് അവരെ കഴിഞ്ഞെങ്കിലേ കൊച്ചിനെടുത്തുകൊണ്ട് ആ വണ്ടിയിൽ AC കയറി ആ കഴിഞ്ഞു. ഇനി ഇവിടെ ആൾക്കാരൊക്കെ വന്നാലേ പോയിരിക്കാം. ഈ ഇതെന്തെങ്കിലും പറയണ്ടോ? അവയുടെ പേരാണ് എബ്രാം. എബ്രാം എന്നാണ് അവൻ പേരിട്ടേക്കുന്നത്. നമ്മളെല്ലാവരും ഇന്നിവിടെ ഉണ്ട്. നമ്മളിത് കഴിഞ്ഞിട്ട് 6 മണിക്കാണ് ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ 6 മണിക്ക് ഫംഗ്ഷന് വേണ്ടിയിട്ട് അടുത്തുള്ള ഹോളിലേക്ക് പോകുന്നതാണ്.